എല്ലാവർക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ ഓണം എത്തിയിരിക്കുകയാണ്. ഇന്ന് അത്തമാണ്. 10 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഓണമാണല്ലേ. 2 വർഷത്തിന് ശേഷം നമ്മൾ ഓണം അതേ ഒരു ഗാംഭീര്യത്തോടു കൂടി ആഘോഷിക്കുകയാണ്. ഓണത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത റെസിപ്പീസാണ് കേട്ടോ നമ്മളിനി ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തവണ ഓണത്തിന് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. Can you feel it wrapped around your soul? അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അച്ചാറുകളുടെ റെസിപ്പിയാണ്. നാരങ്ങ, മാങ്ങ, ഇഞ്ചി, ഇതാണ് നമ്മുടെ സദ്യയിൽ മെയിനായിട്ടുള്ള അച്ചാറുകൾ. അപ്പോൾ ഞാൻ വടുകപ്പുളി നാരങ്ങ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഇവിടെ കിട്ടിയ വലിയ സൈസിലുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊന്ന് കളയുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊണ്ട് കളയാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും തൊണ്ടൊന്ന് നന്നായിട്ട് കളയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ 3 അച്ചാറിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നാരങ്ങയുടെ തൊണ്ടൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം അതിനെ ചെറുതായിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. നാരങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയും പച്ചമുളകും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മാങ്ങ ഒന്ന് നന്നായിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇന്നിവിടെ ഞാൻ കാണിക്കുന്ന ഈ അച്ചാറുകളൊക്കെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മാങ്ങയൊക്കെ നമുക്കിനി വളരെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ മാങ്ങയും നമ്മൾ നന്നായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതും ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറിക്ക് വേണ്ട, അതായത് ഇഞ്ചിയുടെ അച്ചാർ, അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം. നീളത്തിൽ മുറിക്കാൻ പറഞ്ഞ കാര്യം, അതിനുശേഷം നമ്മളിത് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചിയുടെ പിക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ ഇഞ്ചിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. പച്ചമുളകൊക്കെ നമുക്ക് ആ ഒരു എരിവ് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്ക് ഇതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കി തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഇഞ്ചിയുടെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ആ ഇഞ്ചി വറുത്ത് കിട്ടാൻ പാകത്തിനുള്ള എണ്ണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ വളരെ കുറച്ചളവിൽ മാത്രമേ ഇവിടെ എല്ലാം ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്തുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇഞ്ചി അതിനകത്തേക്ക് ഇട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കുക. ഇഞ്ചി ഇങ്ങനെ വറുത്തിട്ട് അത് പൊടിച്ചും ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതല്ലാതെ ഇഞ്ചി ഇങ്ങനെ വളരെ നൈസായിട്ട് അരിഞ്ഞ് അതിങ്ങനെ വഴറ്റി സമയമെടുത്ത് വഴറ്റി അങ്ങനെയും ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അപ്പോൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് പൊടിക്കാൻ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇഞ്ചി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ അളവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് ആ കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ പുളി ഇഞ്ചിന്നും പറഞ്ഞ ഒരു ഉപ്പിലിട്ടത് നമുക്കറിയാം. പുളി ഇഞ്ചി എന്ന് പറയുമ്പോൾ വളരെ കുറച്ചും പേരിന് മാത്രമേ ഇഞ്ചി ഉണ്ടാവുള്ളൂ. പുളിയും ശർക്കരയും ആയിരിക്കും അതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അത് ഇതിൻ്റെ ടേസ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് പുളി പിഴിഞ്ഞ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഇതൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ടുള്ള ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് അതൊരു കുറുകിയ പരിവാകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി നന്നായി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഒരു മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഉപ്പ് മൊത്തത്തിലൊന്ന് എല്ലാ മാങ്ങ കഷ്ണങ്ങളിലും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് സദ്യക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലും നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ സദ്യയിൽ എപ്പോഴും കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു അച്ചാറല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നീട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. ഈ മാങ്ങ അച്ചാർ മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് നാരങ്ങയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഒരു ബൗളിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നാരങ്ങ അച്ചാറിൽ സാധാരണ ഉലുവാപ്പൊടി ഇടാറില്ല. ഇട്ടെന്നോർത്തും തെറ്റൊന്നുമില്ല. കായം മാത്രമാണ് സാധാരണ ഇട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ തിളപ്പിച്ച ചൂടുള്ള വെള്ളവും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ ഒരു ചെറിയൊരു കുഴമ്പ് പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണല്ലോ നമ്മുടെ ഒരു അച്ചാറിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിസ്സായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായ നാരങ്ങ അച്ചാറും റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ അച്ചാർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാറും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ 3 അച്ചാറുകളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ രീതിയിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതങ്ങനെ ഒന്നുമല്ല, വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലും ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും അടുത്ത റെസിപ്പീസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.